ഹലോ വെൽക്കം ബാക്ക് ടു നൈമാർട്ട് സീരീസ്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ നൈമാർട്ട് സീരീസിൻ്റെ സെക്കൻഡ് ബുക്കാണ്. ഫസ്റ്റ് ബുക്കിൽ ഇതുപോലെ ആദ്യം ഫ്രൂട്ട്സിൻ്റെ ഇത് വെച്ചിട്ടാണ് അന്ന് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതുപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വെച്ച് ചെയ്തു തുടങ്ങിയത്. അതിനിടയ്ക്കൂടെ സിംഗിൾ ടൈം വരുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇമേജസൊക്കെ വെച്ച് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഞാൻ ലോങ് വീഡിയോ ആക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് നൈംസ് ഇടുന്നുണ്ടാ. അപ്പോഴത്തേക്കും ആ നൈംസ് എല്ലാം പിറ്റേന്ന് ഇത്രയും പടം വരച്ച് ഇത്രയും ഇതായിട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഫുള്ള് ഇരുന്ന് വരച്ച് എഴുതാമെന്ന്. കാര്യം ഒരുപാട് പേര് പിണക്കാണ്, മിണ്ടില്ല അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കും വീട്ടിൽ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിലല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പേരുടേതും പിറ്റേന്ന് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ലോങ് വീഡിയോയുടെ എല്ലാവരുടെയും പരാതി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നൈം ആരുടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നൈം എന്ന് പറയുന്നത് ഇവർ 3 പേരുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ 2 ബോയ്സും ഒരു ഗേളും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് അഥർവാണ്. അപ്പോൾ അഥർവ്. ഇനി സെക്കൻഡ് നെയിം ആരുഷിയാണ് കേട്ടോ. അപ്പോൾ ആരുഷിക്കും അഥർവിനും ഒക്കെ ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക. ഇനി ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഋതവാണ്. അപ്പോൾ 3 നെയിമും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഈ നൈംസ് നമ്മൾ മുമ്പ് എഴുതിയ നൈംസാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയിലായിപ്പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് നൈം നോക്കിയാലോ. നെക്സ്റ്റ് നൈം എന്ന് പറയുന്നത് നമ്മുടെ ഹയ ആൻഡ് മൈമുന. അപ്പം മൈമുനയും ഹയയൊക്കെ മൈമുന പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിണങ്ങൊന്നും ചെയ്യണ്ടടാ, അപ്പോൾ ഇതാണ് കാര്യം. ഒരുപാട് പേര് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും പിറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഡിലേ വന്നത്. വിഷമിക്കണ്ട. ഇഷ്ടമായ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നൈം നോക്കാം. നെക്സ്റ്റ് നൈം എന്ന് പറയുന്നത് വീണ്ടും ഒരു 2 ഫ്രണ്ട്സിൻ്റെ പേരാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി പേരാണേ. ബിൽഹ. അതൊരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ പേര്. ഇനി നമുക്ക് നെക്സ്റ്റ് നൈം നോക്കാം. നെക്സ്റ്റ് നൈം എന്ന് പറയുന്നത് ഏതലാണ്. അപ്പോൾ ഇതും വെറൈറ്റി നെയിമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇഷ്ടമായില്ല എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് 3 ഫ്രണ്ട്സിൻ്റെ നെയിമാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിൻഹജയാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് നെയിം നോക്കാം. സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് ഹിബയാണ്. ഇനി നെക്സ്റ്റ് നെയിം നോക്കാം. നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് മിർഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വരച്ച പടം ഡ്രോയിങ് എങ്ങനെയുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് പറഞ്ഞാൽ ഹാപ്പിയാവും കേട്ടോ. പുറന്നു കമൻസിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് നൈം നോക്കാം. നെക്സ്റ്റ് നൈമും 3 ഫ്രണ്ട്സിൻ്റെ പേരാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് സമ. ഇനി നെക്സ്റ്റ് വൺ ഈസ് നൂറ. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ബദൂലാണ്. അതും ഞാൻ ഫസ്റ്റായിട്ട് കേൾക്കുന്ന നൈമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നൈം നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും 3 ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. 3 ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് നൈം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആലിയയാണ് കേട്ടോ. ആലിയാണ് ഫസ്റ്റ് നൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് നൈം കണ്ടാലോ. സെക്കൻഡ് നൈം എന്ന് പറയുന്നത് സാറയാണ്. അപ്പോൾ ആലിയ, സാറ. ഇനി നെക്സ്റ്റ് നൈം എന്ന് പറയുന്നത് അൽഫോൺസയാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ നൈമാർട്ട് സീരീസ് മാത്രമല്ല കുട്ടി കുട്ടി ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അതും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പിക്ക് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ അയച്ചു തരുവാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ആഡ് ചെയ്യാം. ഇൻസ്റ്റയുടേതും അതുപോലെ തന്നെ ഇമെയിൽ ID നമ്മുടെ ബയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് 3 ഫ്രണ്ട്സിൻ്റെ പേരാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആയിഷയാണ്. ഇനി സെക്കൻഡ് നൈം എന്ന് പറയുന്നത് ആയിഷ സിയ. ഈ പേരും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നൈം നോക്കാം. ആയിഷ സിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നൈം എന്ന് പറയുന്നത് അൻഷിത. അങ്ങനെ ഈ 3 ഫ്രണ്ട്സ് ഗ്യാങ്ങും ഇങ്ങനെ കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി ആരുടെ നൈംസാണെന്ന് കണ്ടാലോ. അപ്പോൾ ഈ 3 പേരും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തേക്ക് പോകാൻ പോകുന്നത് വീണ്ടും 3 പേരുടെ പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേര് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് 3 കുഞ്ഞു നൈംസാണ്. എല്ലാം എയിലാണ് കേട്ടോ, നേരത്തെ പോലെ. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഐമ. ഈ നെയിമും ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
അടുത്ത നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് ആലിയ. ഇനി ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് അജ്ന. അപ്പോൾ അയിമയ്ക്കും ആലിയയ്ക്കും അജ്നയ്ക്കൊക്കെ ഇഷ്ടമായാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഇത് നമ്മുടെ സിംഗിൾ നൈംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി സിംഗിൾ നൈംസിലേക്ക് വരാം. സിംഗിൾ നൈമിൽ ഇതിൽ 4 പേരുടെ നയമാണ് ആദ്യം ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡ്രോയിങ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിലൂടെ പറയണ്ടോ. ഇപ്പം കാർട്ടൂൺ ക്യാരക്ടർ വേണ്ട, ഇപ്പോൾ എനിക്ക് മൂൺ മതി, സ്റ്റാർ മതി, റെയിൻബോ മതി, അല്ലെങ്കിൽ അങ്ങനെ അതും നമുക്ക് സെറ്റാക്കാം. എൻ്റെ കൂടെ മാക്സിമം പറ്റുന്ന രീതിയിൽ സെറ്റാക്കി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് നെയിം നോക്കാം. ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ദിവ്യയാണ് ആദ്യത്തെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യയ്ക്ക് ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നെയിം നോക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് ദേവപ്രിയയാണ്. അപ്പോൾ ദേവപ്രിയയ്ക്ക് ഇഷ്ടമായാലും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെന്ന് കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് നെയിം നോക്കാം. നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് ശിവതയാണ്. അപ്പോൾ ശിവതയ്ക്കും ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് അൻവിതയാണ്. അൻവിതയ്ക്കും ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് വൈഗയാണ്. അപ്പോൾ വൈഗയ്ക്കും ഇഷ്ടമായാലും കമൻസിലൂടെ അറിയിക്കുക. ഇനി ബാക്കി 3 നൈംസ് നമുക്ക് എഴുതാനായിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാവർക്കും ഈ നൈം ആർട്ട് സീരീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലോങ് വീഡിയോകൾ ഇടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും എഴുതിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പുതിയ ബുക്ക് മേടിക്കണോ അതോ ഇതിൽ എഴുതിയാലും മതിയോ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതിൽ എഴുതിയാൽ മതി എന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നൈം ആർട്ട് സീരീസ് ഇഷ്ടമായോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് കമൻറ്റൊക്കെ ഇട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.